ഹായ് ഡിയേഴ്സ്, വെൽക്കം. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. കുറച്ച് ലോങ് ആണ് പോയം. ഒരു 8 സ്റ്റാൻസാസ് വരുന്നുണ്ട്. ദ പോയം ബെഗിൻസ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദ ബ്ലാക്ക് സ്മിത്ത് ആൻഡ് ഹിസ് വർക്ക് പ്ലേസ്. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലേജിലെ ബ്ലാക്ക് സ്മിത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ആരാ ഈ ബ്ലാക്ക് സ്മിത്ത്? കൊല്ലൻ. ഇരുമ്പ് കൊണ്ട് സാധനങ്ങൾ നിർമ്മിക്കുകയും അത് നന്നാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫിസിക്കലി ഇമ്പോസിങ് ബ്ലാക്ക് സ്മിത്ത് വിത്ത് സ്ട്രോങ് മസ്കുലർ ആംസ് വർക്ക്സ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ. എങ്ങനെയാണ്? ബ്ലാക്ക് സ്മിത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല മസിൽസ് ഉള്ള കൈകളുണ്ട്. പിന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ. വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ചെസ്നട്ട് ട്രീയുടെ താഴെ. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ദ സ്പീക്കർ പ്രൊവൈഡ്സ് ഫർദർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ബ്ലാക്ക് സ്മിത്ത്. പിന്നെ സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് കടക്കുമ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ഈ ബ്ലാക്ക് സ്മിത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹീ ഈസ് എ പ്രൗഡ് ഇൻഡിപെൻഡൻറ്റ് മാൻ വിത്ത് ലോങ് ബ്ലാക്ക് ഹെയർ ആൻഡ് എ ടാൻഡ് ഫേസ്. അദ്ദേഹം വളരെ അഭിമാനിയായ, ഇൻഡിപെൻഡൻ്റായ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് ലോങ് ബ്ലാക്ക് ഹെയർ ഉണ്ട്, നീളമുള്ള കറുത്ത മുടികളും. അതുപോലെ തന്നെ ടാൻഡ് ഫേസൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട്. അതായത് സൂര്യപ്രകാശമൊക്കെ കൊണ്ടിട്ട് നിറം മാറിപ്പോയിട്ടുണ്ട്. ദ സ്പീക്കർ കോൾസ് അറ്റൻഷൻ ടു ദ ഫിസിക്കൽ നേച്ചർ ഓഫ് ദ ബ്ലാക്ക് സ്മിത്ത്സ് വർക്ക് ബൈ റെഫറിങ് ദ സ്വെറ്റ് ഓൺ ഹിസ് ഫേസ്. പിന്നീട് സ്പീക്കർ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പിനെ കാണിച്ചുകൊണ്ട്. അതായത് അദ്ദേഹം അധ്വാനിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ്. അധ്വാനിക്കുന്ന ശരീരത്തിലെ വിയർപ്പുണ്ടാവുകയുള്ളൂ, അല്ലേ? ദ തേർഡ് സ്റ്റാൻസ ഫോക്കസ് ഓൺ ദ ബ്ലാക്ക് സ്മിത്ത് ഡെയിലി റുട്ടീൻ ആൻഡ് ദ സൗണ്ട്സ് ഓഫ് ഹിസ് ലേബർ. തേർഡ് സ്റ്റാൻസയിൽ കാണിക്കുന്നത് എന്താണ്? ഡെയിലി റുട്ടീൻ, ദിവസവും നടക്കുന്ന കാര്യങ്ങൾ. ആൻഡ് ദ സൗണ്ട്സ് ഓഫ് ഹിസ് ലേബർ, അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സൗണ്ടുകളും. ദ ബ്ലാക്ക് സ്മിത്ത് വർക്ക്സ് ടയർലെസ്ലി ഫ്രം മോർണിംഗ് ടു നൈറ്റ്. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ ക്ഷീണമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ദ സൗണ്ട് ഓഫ് ഹിസ് ബെല്ലോസ് ആൻഡ് ദ റിതമിക് സ്ട്രൈക്സ് ഓഫ് ഹിസ് സ്ലെഡ്ജ് ഹാമർ ആർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തൊക്കെ? ദ ബെല്ലോസ്, ഇരുമ്പ് കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദവും, അതുപോലെ തന്നെ സ്ലെഡ്ജ് ഹാമർ, അതായത് ആ വലിയ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. The sound of his sledge hammer reminds a speaker of the tolling of a church bell at dusk. ആ ഹാമർ അടിക്കുന്ന സൗണ്ട് സ്പീക്കറിന് പള്ളിയിൽ മണി അടിക്കുന്ന സൗണ്ട് പോലെ തോന്നിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 4 further emphasizes the blacksmith's impact on the community, particularly the children. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ളൊരു സ്വാധീനമാണ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട്. School children are drawn to Smithy, fascinated by the fiery forge, the roaring bellows and the spectacular display of sparks. സ്കൂളുകൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ സ്മിതിയുടെ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അദ്ദേഹം പണിയെടുക്കുന്ന ജോലികളൊക്കെ നോക്കും. കുട്ടികൾക്ക് ആ ഇരുമ്പ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും അതുപോലെ തന്നെ തീക്കനലുകൾ പാറുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവിടെ കുട്ടികളുമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കാണിക്കുന്നത്. The blacksmith's workplace is a source of wonder and excitement for the children. കുട്ടികൾക്ക് അദ്ദേഹം പണിയെടുക്കുന്ന ആ ആല ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ആവേശവും കൗതുകവും ഒക്കെ നിറഞ്ഞൊരു കാര്യമാണ്. The poem shifts focus to the blacksmith's family life in the 5th stanza. 5th stanzയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺ സൺഡേസ് ഹി അറ്റൻഡ്സ് ചേർച്ച് വിത്ത് അതേഴ്സ്. ഞായറാഴ്ചകളിൽ അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ പള്ളികളിൽ പോകും. ആൻഡ് ഫൈൻഡ്സ് ജോയ് ഇൻ ലിസണിങ് ടു ഹിസ് ഡോട്ടർ സിംഗ് ഇൻ ദ കൊയർ. പള്ളിയിലെ കൊയർ, അതായത് ഒരുപാട് കുട്ടികളെ വെച്ച് പാട്ട് പാടിപ്പിക്കുന്ന ഒരു രീതി, അതിൽ തൻ്റെ മകൾ പാടുന്നത് കേട്ട് അദ്ദേഹം സന്തോഷിക്കും. ഇൻ സ്റ്റാൻസ 6 ദ ബ്ലാക്ക് സ്മിത്ത്സ് തോട്ട്സ് ടേൺ ഇൻ ടു ഹിസ് ഡെഡ് വൈഫ് വൈൽ ലിസണിങ് ടു ഹിസ് ഡോട്ടേഴ്സ് വോയിസ്. അങ്ങനെ ഈ മകളുടെ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോവുകയാണ്? മരിച്ചു പോയ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർമ്മ വരികയാണ്. ഹി കമ്പയർസ് ഹെർ സിംഗിങ് ടു ഹെർ മദേഴ്സ് ആൻഡ് ഇമാജിൻസ് ഹെർ ഇൻ ഹെവൻ. അപ്പോൾ മകൾ പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അത് ഭാര്യയുടെ സൗണ്ടായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. ആൻഡ് അവളിപ്പോൾ സ്വർഗത്തിലാണെന്ന് അദ്ദേഹം ഇമാജിൻ ചെയ്യാണ്.
Despite his tough exterior, he experiences deep sorrow and grief expressed by the act of wiping away a tear. പുറമെ കാണാൻ ആൾ റഫും ഹാർഡും ആയിട്ടുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിനുള്ള ഒരു സങ്കടമുണ്ട്. ആ സങ്കടം അദ്ദേഹം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? വൈപ്പിംഗ് അവേ എ ടിയർ, കണ്ണിൽ നിന്ന് വന്ന ഒരു കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ആ ഒരു സങ്കടം അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. The seventh stanza describes his continuous cycle of work, joy and sorrow. സെവൻത്ത് സ്റ്റാൻസയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ജോലിയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ്. The blacksmith's life is characterized by consistent effort, bringing new challenges and accomplishment each day. അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയാണ്? ഓരോ ദിവസം തുടങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു ചലഞ്ചസ് കൊണ്ടുവരും, അത് അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്യും. Despite his hardship, he finds satisfaction in completing his tasks and earning a restful sleep. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഹാർഡ്ഷിപ്പൊക്കെ, അതായത് ആ ഭാരം ഒക്കെ അദ്ദേഹം വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ജോലി പൂർത്തീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു സംതൃപ്തനാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള ഒരു വിശ്രമത്തെയും കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, ജോലിയെല്ലാം കഴിഞ്ഞിട്ടുള്ള രാത്രിയിലെ വിശ്രമം. In the eighth and final stanza, the speaker directly expresses gratitude to the blacksmith, considering him a worthy friend who has taught a valuable lesson. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് നമ്മുടെ സ്പീക്കർ നേരിട്ട് ഈ ബ്ലാക്ക് സ്മിത്തിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വേർത്തി ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നുണ്ട്. വേർത്തി ഫ്രണ്ട് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തൊരു ഫ്രണ്ട്. അദ്ദേഹം ഒരു വാല്യുബിൾ ലെസൺ പഠിപ്പിച്ച് തന്നതിന്. എന്താണ് ആ ലെസൺ? നമ്മുടെ ഫ്യൂച്ചറും ജീവിതവും ഒക്കെ നമ്മുടെ കൈകളിലാണ്. എല്ലാ ദിവസവും നമ്മളത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നതും. ആ ഒരു മെസ്സേജാണ് ബ്ലാക്ക് സ്മിത്ത് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് പോയറ്റ് അദ്ദേഹത്തിന് ഒരു വേർത്തി ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നതും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.